രവി, ഇത് കുടുംബം കൊളാവണ പ്രശ്ന, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനൊരു നല്ല മരുന്നുണ്ട്, ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ പോക്കാ. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചനകൾ വരാത്ത. അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം. രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്. ആരാ? ഗീതമ്മയുടെ ഹീറോ സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ. അല്ല, ആരാ അത്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അതിന് ശ്രീധരമാമയ്ക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ. വാ വാ, കേറിയിരിക്ക്. എന്താ? ഞാൻ ഇത്തിരി ടെൻഷനില്ല. അറിയാം, കാര്യങ്ങളൊക്കെ ഒപ്പം പറയുന്നുണ്ട്. അറിഞ്ഞോ? ഇയാളെയൊക്കെ ചാട്ടവാറിനടിക്കല്ലേ വേണ്ടത്? സ്വന്തം അനിയന്റെ ഭാര്യ. അതൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ശരിയാ, നമ്മൾ മാന്യന്മാർക്ക് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല. സുരേഷ് ഇപ്പൊ എന്താ അങ്ങോട്ട് പോന്നേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. പറയാനുള്ളത് രവിയളിയനോടാ. അയാളോട് ഞാനിനി സംസാരിക്കില്ല. അതുകൊണ്ട് ശ്രീധരമാമ പറയണം. എന്താ കാര്യം? അയാളുടെ വിരട്ടലൊന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്നോട് കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും. പെങ്ങൾ ഇവിടെ വീട്ടിൽ നിൽക്കും, ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. എനിക്ക് വേറെ കിട്ടും പെണ്ണ് അല്ലേ? പിന്നെ രവി അല്ലേ വരണത്? എവിടെ? ആ വരമ്പത്ത് കൂടെ വരണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, അകത്തി എന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണണ്ട. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ശരിയാവില്ല. വെറുതെ വല്ലതും ചെയ്തു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. വലത്തോട്ട് പോയിട്ട് ഇടത്തെ ഭാഗത്തേക്കുള്ള മുറി. അതന്നെ 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 അതന്നെ. രവി, അളിയന്മാരോടൊക്കെ പെരുമാറേണ്ട രീതിയിൽ പെരുമാറണം കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിന്നെ കൊല്ലാൻ. എന്റെ കുടുംബം നീ തകർക്കൊല്ലടാ. എന്റെ പെങ്ങളെ നീ ഉപേക്ഷിക്കല്ലോ. ഇല്ല, സത്യം എന്റെ അമ്മയാണ് സത്യം. നിന്റെ സത്യം എന്താ നീ പറഞ്ഞേ? എന്റെ ഭാര്യ കിടക്കുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീക്കണം. ഇല്ല, അയ്യോ പറയില്ല. ഞാൻ കാല് പിടിക്കാം. ഞാൻ ചെയ്തു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാല് പിടിക്കാം. ഇനി നീ കാരണം എന്റെ ഗീതയുടെ കണ്ണൊന്ന് കലങ്ങിയാൽ ഇനി ഒരിക്കലും അതും ഉണ്ടാവില്ല. ഇനി നീ നീനയുടെ മുഖത്ത് നോക്കിയാലുണ്ടല്ലോ. കൊന്നു തന്നെ, ആ നിമിഷം കൊന്നു. വെറുമാക്കല്ലോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ കൊല്ലു ഞാൻ. അല്ല, സത്യം ഗീതയാണ് സത്യം, എന്റെ മോനാണ് സത്യം. എന്താ ഇവിടെ ഒച്ച കേട്ടത്? ഒന്നുമില്ല. ചിലപ്പോ എലി ഓടിയതായിരിക്കും. ശരിയാ, ഇവിടെ ഭയങ്കര എലിശല്യ, അതും കോഴി പോലത്തെ എലി. കുടിക്കാൻ തന്നെ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട, സുരേഷ് എന്തെങ്കിലും കൊടുക്കും. വേണോ? വേണം. സുജ, ഇത്തിരി ഗോമൂത്രം കിട്ടുമോ നോക്കുന്നുണ്ട്. ഗോമൂത്രം? ഈ ഗോമൂത്രത്തിൽ കടുക്ക ഉപ്പിട്ട് കുടിച്ചാ വില നീർക്കട്ടോ ചതവോ ഉണ്ടെങ്കിൽ നല്ലതാ. ആർക്കും കുടിക്കാം, സുരേഷിനും കുടിക്കാം. അയ്യോ, പോരാ പോരാ, നാളത്തെ ഫ്ലൈറ്റിനുണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഈ നമ്പറിൽ വേണ്ട, എൻ്റെ വീട്ടിലെ നമ്പറില്ലേ, ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ, ഓക്കെ, താങ്ക് യു. ഗംഗേട്ടൻ പറഞ്ഞു നീ വീണൂന്ന്. എൻ്റെ അടുത്ത് ഒന്ന് വീണു, ഇച്ചിരി കടുപ്പമായി പോയി. എവിടെ വീണു? അത് നമ്മുടെ ശ്രീധരമാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ പാറക്കൂട്ടങ്ങളില്ലേ, നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ. പാടവും പുഴയും. ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട അങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അടി തെറ്റി ഒരൊറ്റ വീഴ്ച. ഒരു 10-40 അടി താഴേക്ക്. എന്നിട്ട് എല്ല് വല്ലതും പൊട്ടിയോടാ? എല്ല് മാത്രം പൊട്ടിയില്ല. ഭാഗ്യം. ഈ വേദനയും വെച്ചിട്ടാണ് നീ ഇപ്പൊ തിരിച്ചു പോകാൻ പോണത്. അല്ല, അത് പിന്നെ ഗൾഫിൽ പുതിയ റൂള് വരികയല്ലേ, എടുത്ത് പത്രത്തിൽ വായിച്ചില്ലേ. ഇനി പഴയതുപോലെ ഒന്നുമല്ല, വിസക്കൊക്കെ വലിയ പ്രശ്ന. അതിന് നിനക്കെന്താ പ്രശ്നം? നിനക്ക് റെസിഡന്റ് വിസ ഇല്ലേ? അതെ, എന്നാൽ ഉടനെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രശ്ന. അല്ല, ഷോപ്പിലെ നീ ഇപ്പൊ പോയാൽ ശരിയായില്ലെന്ന് ഏട്ടൻ പറയുന്നത്. രവിളിയെ നമ്മളെല്ലാം തുരത്തോടിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. തൽക്കാലം നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ. തന്നെയല്ല, ഞാനല്ല, ഗീതയല്ലേ നിൽക്കേണ്ടത്. അവളിവിടെ ഉണ്ടല്ലോ. എനിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് തല കാണിക്കണം. എന്താ സുരേഷ് തിരിച്ചു പോവാണ്? അതേ ബേട്ടാ, എനിക്കവിടെ ചെന്നിട്ടൊരു അത്യാവശ്യം. ഗീതയോ? അവളിവിടെ ഉണ്ട്.
അവൾക്കും മോനും കൂടെ ഒരു ടിക്കറ്റ് പറഞ്ഞേക്ക്, അവരും പോരട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ വിസയുടെ കാര്യമാണ്. രവിയേട്ടൻ പത്രം വായിച്ചില്ലേ? നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ ഷോപ്പിൽ നിന്റെ അനിയന്മാരൊക്കെ ഇല്ലേ? ഗീതയ്ക്കും മോനും കൂടെ ഒരു വിസ ഏർപ്പാടാക്കും. അവിടെ ഫ്ലാറ്റ് ഉള്ളതല്ലേ, അവരും പോരട്ടെ. അതല്ലേ നല്ലത്? അതെ, പക്ഷെ പെട്ടെന്നൊരു വിസ കിട്ടാൻ വിസിറ്റിംഗ് വിസ കിട്ടുമല്ലോ. അത് കിട്ടും. അവിടെ ചെന്നിട്ട് ബാക്കി ശരിയാക്കിയാൽ മതി. അവൾ എത്ര കാലാന്ന് വെച്ചാൽ പിരിഞ്ഞു നിൽക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാം. ഏട്ടൻ പറഞ്ഞില്ലേ സുരേഷ് നല്ല സ്നേഹമുള്ളവനാ, അല്ലേ സുരേഷ്? ആ ആ വാ പറയട്ടെ. എന്താടാ നീ കോടതിയുടെ മുമ്പിൽ പ്രതി നിൽക്കണ പോലെ? അങ്ങനെ തോന്നിയോ? ആ എന്താടാ നീയും ഏട്ടനും കൂടി ഞങ്ങളെ പറ്റിക്കാൻ വല്ല കോംപ്രമൈസ് ഉണ്ടാക്ക? ഏയ്, ഞാൻ വേറൊരു വഴിയിൽ മൂപ്പരെ ഒന്ന് പിടിക്കാൻ നോക്കിയതാ. അവനെ വരച്ച വരെ നിർത്തിത്തരാ ഏട്ടൻ, പോരെ? ഇനി അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നലെ കൈ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ച് വന്നത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. എന്റെ നെഞ്ച് കലങ്ങിപ്പോയി. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോട്ടെ സുരേഷ് ഏട്ടൻ. നീ ഇത്ര പാവായി പോയില്ലോടി. അവൻ നിന്നെ വിട്ടുപോകുന്നില്ല, ഏട്ടനെ പേടിച്ചിട്ടല്ല. നിന്റെ ഈ സ്നേഹം അതങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. ലോകത്ത് ആരെ എന്തിനേയും ജയിക്കാൻ പറ്റിയ ഒരേ ഒരു ആയുധമുള്ളൂ, എന്താ അത്? സ്നേഹം. അതില്ലാണ്ട് വരുമ്പോഴാണ് ചതിയും വഞ്ചനയും പകയൊക്കെ ഉണ്ടാവണം. ആ ഏട്ടൻ വിളിപ്പിച്ച് വേറൊരു കാര്യം ചോദിക്കാനാ. സുനന്ദയ്ക്ക് എന്താ അടി പറ്റിയത്? എന്താ അവളുടെ കുഴപ്പം? അസൂയ തന്നെ, അല്ലാണ്ടെന്താ? ചേച്ചി വിചാരിച്ചൊന്നും കിട്ടിയില്ല അത്രേ. അതിന് ബാക്കിയുള്ളവരുടെ ദേഷ്യം നമ്മളെന്താ ചെയ്യാ? പാവം. ഏലം ഏലം. ഇയാളെന്താ അവിടെ നിൽക്കുന്നത്? ചത്ത് ജീവിക്കുന്നയാൾക്ക് പിന്നെയും ചാവാൻ പേടി. ചത്ത് ജീവിക്കേ, അതെന്താ? അതല്ലേ നിങ്ങളിപ്പോ ചെയ്യുന്നേ? ചത്ത ശവം പോലെ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തുണ്ട്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അഡ്വക്കേറ്റ് ഗംഗാധര മേനോൻ. എന്ന് അളിയൻ മാത്രം പറയും, ബാക്കിയുള്ളവർക്കൊക്കെ സുനന്ദയുടെ ഭർത്താവ്. അതെനിക്ക് സന്തോഷാ. സുനന്ദ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടേ. സ്നേഹം എന്ന് പറയുന്നത് ഇതല്ല. സ്നേഹമുണ്ടെ പരിഭവം ഉണ്ടാവും, പിണക്കുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. തെറ്റ് കണ്ട ശാസിക്കും, തിരുത്തും, ചിലപ്പോൾ അടിക്കും. അടിക്കേ? ആ, ചില കാര്യങ്ങൾക്ക് അതും ഒരു നല്ല മരുന്നാ. ഉപദ്രവിക്കാനല്ല, തിരുത്താൻ. ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ പേടിക്കണം. പേടിയുണ്ടല്ലോ എനിക്ക്. അത് സുനന്ദയല്ലേ? ആ പേടിയല്ല ഞാൻ പറയുന്നത്. ഈശ്വരനെ പേടിക്കണം, ഗുരുവിനെ പേടിക്കണം, ചില കാര്യങ്ങൾക്ക് അമ്മയെ പേടിക്കണം, അച്ഛനെ പേടിക്കണം, ഭാര്യയെ പേടിക്കണം, മക്കളെ പേടിക്കണം. അല്ലെങ്കിൽ കുത്തഴിഞ്ഞു പോകും ജീവിതം. അളിയനും അളിയന്റെ അനിയനും കൂടെ അല്ലേ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നത്? പിന്നെന്താ നിങ്ങൾ പിരിഞ്ഞത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ രണ്ട് കുടുംബങ്ങളും ഒന്നായിട്ട് ഒരിടത്തല്ലേ താമസിച്ചിരുന്നത്? അവിടെ നിന്ന് എന്താ പോകുന്നത്? അത് സുനന്ദയ്ക്ക് ഇഷ്ടമല്ല. ഇനി നാളെ സുനന്ദയ്ക്ക് അളിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അളിയൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുളത്തില് ഈ ട്യൂബ് ഇല്ലാണ്ട് അങ്ങനെ ചാടുക. നീന, ഞാൻ വരില്ല. അയാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരില്ല. നീന, ഇവള് പറയണ കേട്ടോ ഡാഡി? അവൾ പറയണത് ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ അവൾക്ക് എന്താ ഒരു സെക്യൂരിറ്റി? ഞാൻ പറഞ്ഞല്ലോ, ഏട്ട സമയത്ത് എന്റെ മുറി കയറിയത് എന്തിനാന്ന് ഞാൻ ചോദിക്കാം. സത്യം എന്താന്ന് അറിയണല്ലോ. ഇനി സത്യം അറിയണം. ഞാൻ പറയുന്നത് വിശ്വാസമില്ല. വേണ്ട, എന്നെ വിശ്വസിക്കണ്ട. നീന, ഹരി മനുഷ്യൻ നല്ലവനാണ്, പക്ഷെ മണ്ടനാകരുത്. സ്വന്തം ഭാര്യയോട് ഒരാൾ, അതാരോ ആയിക്കോട്ടെ, മോശമായിട്ട് പെരുമാറിയിട്ടും പിന്നെയും ഹരി കാണിക്കുന്ന ഈ മറ്റിടത്തെ ഡിപ്ലോമസി ഉണ്ടല്ലോ, അതാണതുമില്ല. ഇനിയിപ്പോ അവൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാലും അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമാണ്. എന്തുവരവാ സാറേ? ചേച്ചി വന്നില്ല സാറേ? ഇല്ല. എന്താ? അല്ല, ചോദിച്ചതാ. അത് ചോദിക്കാൻ നീ ആരാ? കളിയാക്കുക, അടിച്ചിന്റെ പല്ലി കറുപ്പിക്കും. ഈ അച്ഛൻ ഞങ്ങളെ പറ്റിക്കാ അച്ഛമ്മേ. ആരെയും ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്താടാ നീ എന്റെ കുട്ടികൾക്ക് അരയന്നങ്ങളെ കാണിച്ചു കൊടുക്കാത്തെ? അത് കാട്ടിക്കൊടുക്കാൻ എപ്പോഴും വരണ്ടേ? വല്ലപ്പോഴും വരുള്ളൂ. വരുന്നത് നോക്കിയിരിക്കണം നമ്മള്. എന്നോട് തന്നെ ചെയ്തല്ലോ ഇത്. ഇത്ര വൃത്തികെട്ടവനാണ് നിങ്ങള്. ഹരി, നമുക്ക് സംസാരിക്കാം. ഒന്നും പറയണ്ട. ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം പുറത്ത്. എടാ ഹരി, നീ കാര്യം അറിയാതെ വെറുതെ എന്തെങ്കിലും പറയരുത്. എല്ലാം എനിക്കറിയാം. ഇവളെ ഞാൻ കയറി പിടിച്ചാൽ നിങ്ങൾ സഹിക്കുവോ? മര്യാദ പറയണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഇവളെ വേണം ആദ്യം ഇവിടെ അടിച്ചിറക്കാൻ. ഹരി, നീ എന്നെ എന്ത് വേണം ചെയ്യാം, അവളെ വെറുതെ വിട്. ആഹാ, പൊള്ളുന്നുണ്ടല്ലേ? കയ്യന്നെ വിട്. ഇറങ്ങടി, വിടാ.
നായിന്റെ മോളെ നിന്നെ ഞാൻ തുടരുതവളെ. നിന്റെ പെണ്ണിനെ തൊട്ടാ നിനക്ക് പോലും അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ പെണ്ണും. ഹരി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെയാണോ പിന്നെ എന്റെ പെണ്ണിനെ കയറിയത്? ഹരി, നമുക്ക് സംസാരിക്കാം. അമ്മയാണോ പെങ്ങളാണെന്ന് അറിയാത്ത നിന്നോടൊക്കെ സംസാരിക്കല്ല വേണ്ടത്. മോനെ, രവിയേട്ടനാ പറയുന്നത്. രവിയേട്ടനാ പറയുന്നത്. ഏട്ടനാണ് പുല്ല്. ഏട്ടനാണ് നീ എന്നോട് ഇത് ചെയ്യുമായിരുന്നോ? ഞാൻ ചത്തിട്ട് നിങ്ങൾ തമ്മി തമ്മി കൊന്നു. മോനെ, എന്തൊക്കെ കാണണോടാ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ലടാ. അമ്മയ്ക്ക് ഇവനെ കുറിച്ച് കേട്ടതും അറിഞ്ഞതൊക്കെ വിശ്വസിക്കാത്തവനാ ഞാൻ, അറിയോ? എന്നിട്ട് എനിക്കിട്ട് എന്നെ തന്നല്ലോ. ഇപ്പൊ വിശ്വാസായില്ലേ? സുനന്ദേ, നീ ഒന്നും പറയണ. ഈ അമ്മ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കൂട്ടും. ഏതിനാണ് ഞാൻ കൂട്ടുനിന്നേ? പറയടേ, എന്തിനാണ് ഞാൻ കൂട്ടുനിന്നേ? പറയട്ടെ, എല്ലാം പറയട്ടെ. അമ്മേ, അമ്മ മിണ്ടരുത്. എന്നെ ഓർത്തൊന്നും അമ്മ പറയരുത്. നശിക്കട്ടെ, ഈ കുടുംബം നശിക്കട്ടെ. എനിക്ക് അവളുടെ നോട്ടം കാണുമ്പോഴാ കൈയെടുത്തൊരാണിഞ്ഞില്ല അവള് തല്ലിയത്. അതും ഭർത്താവിന്റെ കയ്യിലിരിപ്പ് മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പകരത്തിന് പകരം അവളുടെ മുറി കയറിയനെ. ആ, നീ എന്തൊക്കെയായി പറയണേ? വാ, ഇങ്ങനെയൊക്കെ പറയാം. ഹരിയേട്ടാ, ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഹരിയേട്ടൻ ഈ കേട്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല. വേറൊന്നും എന്നോട് ചോദിക്കരുത്.